നമസ്കാരം. വന്ദേ ഭാരത് വഴിയിലായി. കേരളത്തിലെ ഏതെങ്കിലും മാപ്രകളിൽ വാർത്ത വന്നോ? വന്നില്ലല്ലോ. ഒന്നും രണ്ട് മിനിറ്റ് അല്ല, 2.5 മണിക്കൂർ ബ്രേക്ക് ഡൗൺ ആയി വഴി കിടന്ന വന്ദേ ഭാരതിന് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത്, അതായത് തൃശ്ശൂരിലേക്ക് യാത്ര പുറപ്പെട്ട് 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് വണ്ടി കട്ടപ്പുറത്തായത്. നമ്മുടെ ശിവജി പ്രതിമ പോലെ തന്നെ 3500 കോടി കല്ലാക്കി കെട്ടിയതുപോലെ തന്നെ വന്ദേ ഭാരത് കൊട്ടിഘോഷിച്ചാണല്ലോ കൊണ്ടുവന്ന് ഇപ്പോൾ നാട്ടുകാർക്ക് ട്രെയിൻ ഗതാഗതം എന്ന് പറഞ്ഞാൽ ദുരിതക്കയത്തിലാക്കിയിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ടാണ് ആ ദുരിതം ഉണ്ടാക്കുന്ന വന്ദേ ഭാരത് തന്നെ ഇത്രയും ആൾക്കാരെയും കൊണ്ടുവന്ന് നേരെ വഴിയിൽ കിടന്നത്. അതിനെ കെട്ടിവലിച്ച് പിന്നീട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് 2.5 മണിക്കൂറോളമാണ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ കയറിയ യാത്രക്കാരെ പെരുവഴിയിലാക്കിയത്, അല്ലെങ്കിൽ ദുരിതത്തിലാക്കിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്തു നിന്നുള്ള ആ ദൃശ്യങ്ങൾ ചിലരെടുത്ത് അയച്ചു തന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ മാപ്രകൾ മുക്കുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. खिलाड़ी से कागज हुआ बताओ तो मैं बनाना था വല്ല KSRTC സ്വിഫ്റ്റ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് ആഘോഷിക്കായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് ആയതുകൊണ്ട് വാർത്തയല്ല. ഒന്ന് ആലോചിക്കണേ, എത്ര മനുഷ്യർ ആശ്രയിക്കുന്നതാണ്. നിവർത്തികേട് കൊണ്ടാണ് പല ട്രെയിനുകളെയും വൈകിപ്പിച്ച് ഓടുന്നതാണ്. 2.5 മണിക്കൂർ അത് വൈകി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ കേരളത്തിലെ ട്രെയിൻ സമയം മുഴുവൻ, അല്ലെങ്കിൽ ട്രെയിൻ ഗതാഗതം മുഴുവൻ ഇന്ന് താളം തെറ്റിയിട്ടുണ്ടാകുമല്ലോ. ആ ട്രെയിൻ ഗതാഗതം താളം തെറ്റിയിട്ട് എന്താണ് വാർത്തയാകാതെ പോകുന്നത്? അപ്പോ പക്ഷം പിടിക്കലുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചേ. എന്തായാലും അതിനകത്ത് ഉണ്ടായ ബുദ്ധിമുട്ട്, വലിയ ലക്ഷറീസ് വണ്ടിയാണ്, വലിയ ബിൽഡപ്പുകളാണ്, വലിയ രീതിയിലുള്ള പൊങ്ങച്ചങ്ങളാണ് വിസുഗുരു ഫാൻസ് ഇതിനെ സംബന്ധിച്ച് അടിച്ചിറക്കി വിടുന്നത്. മൊത്തം കട്ടപ്പുറത്താണ്. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഈ ചൈനീസ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. ആ ചൈനീസിനെക്കാളും ഗതികേടായിട്ട് നമ്മുടെ സാധനങ്ങൾ മാറുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിസുഗുരുവിന്റെ വികസനം മാറുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വന്ദേ ഭാരത് ഇപ്പോ ഈ അവസ്ഥയിൽ വഴി കിടന്നത്. നേരത്തെ മഴ പെയ്തപ്പോ കൊട പിടിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ? അതിനകത്തുള്ള മാലിന്യങ്ങൾ നേരെ റെയിൽവേയിൽ വാരിത്തള്ളുന്നത് കണ്ടതല്ലേ? അതിനകത്തുള്ള ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ? ഇപ്പൊ എന്തായി? അത് മര്യാദയ്ക്ക് ഓടത്തില്ല. ഇതിന്റെ പിറകെ വേറെ ട്രെയിൻ ഓടിക്കേണ്ട ഗതികേടാണ്. എവിടെയെങ്കിലും വഴിയിലാകണമെന്നുണ്ടെങ്കിൽ അതിനെ കെട്ടിവലിച്ച് വേറെടുത്ത് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രെയിൻ സർവീസ് കൂടി ഇപ്പോ ഈ വന്ദേ ഭാരതിന്റെ പിന്നാലെ വിടേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങൾ പൊറുതി മുട്ടിയിട്ടുണ്ട്. കാര്യം ബാക്കിയുള്ള ട്രെയിനുകൾ അധിക കോച്ച് അനുവദിക്കുന്നില്ല. സാധാരണക്കാർ ആശ്രയിക്കുന്ന ട്രെയിനുകൾ, ഷട്ടിലുകൾ എല്ലാം വൈകി ഓടുകയാണ്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. നമ്മൾ വന്ദേ ഭാരത് കൊണ്ടുവന്നിട്ട് കുറെ PR വർക്ക് ഇറക്കിയിട്ട് ഇതാ ട്രെയിൻ വികസനം എല്ലാം സൂപ്പറായി എന്ന് പറയാണ്. ഇതാണ് അവസ്ഥ. നേരെ ചൊവ്വേ സർവീസ് നടത്തുന്നില്ല. അതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയവർക്ക് ദുരിതം മാത്രമാണ് അവസ്ഥയെന്ന് തെളിയിക്കുകയാണ്. 1-2 മിനിറ്റ് അല്ല, ഒരു വലിയ എഞ്ചിൻ ഫോൾട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ടപ്പുറത്താകണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ നൂതന സംവിധാനം എന്ന് മനസ്സിലാകുന്നില്ല. 1 വർഷം തികച്ച് ഓടുന്നതിന് മുന്നോടിയായിട്ട് കട്ടപ്പുറത്താകണ അവസ്ഥയാണെങ്കിൽ ഇവരാണ് ഈ നാട്ടിൽ വികസനങ്ങൾ അങ്ങ് വാരി ചുരിയാൻ പോകുന്നു എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരതും ആക്രി സെറ്റപ്പാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇന്നുണ്ടായത്. ഷൊർണൂരിൽ നിന്ന് ഇത് തിരിച്ച് 2.5 കിലോമീറ്റർ കഴിയുമ്പോൾ തൃശ്ശൂരിലേക്ക് പുറപ്പെട്ട് 2.5 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടായതും. അത് വഴിയിൽ കുറെ സമയം കിടന്നതിന് ശേഷം അതിനെ കെട്ടിവലിച്ച് ഷൊർണൂർ കൊണ്ടുപോയി അവിടെ 2.5 മണിക്കൂർ ഇട്ടിരുന്ന് അത് പിന്നെ എഞ്ചിൻ കംപ്ലൈന്റ് മാറ്റി പിന്നീട് മാത്രമാണ് ആ ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റിയത്. ആ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ട്രെയിൻ സ്വാഭാവികമായി വൈകുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ്? മറ്റ് ട്രെയിനുകളാണ്. ഇവിടെ കേരളത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റ് ട്രെയിനുകൾ മുഴുവൻ വഴിയിൽ പിടിച്ചിട്ട് ഇന്ന് രാത്രി മുഴുവൻ ജനങ്ങളുടെ ജീവിതം താറും മാറാക്കി നമ്മുടെ വന്ദേ ഭാരത് മാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതുതായിട്ട് അറിയാൻ കഴിയുന്ന കാര്യം.